PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC പരീക്ഷ ഇങ്ങ് അടുത്തെത്തിയല്ലേ? നമ്മൾ അതിൻ്റെ അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്. ഇന്ന് നമ്മൾ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന സിലബസിലെ 6 മാർക്ക് വരുന്ന ഭാഗത്തിൽ നിന്ന് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ 2 വീഡിയോ ചെയ്തു കഴിഞ്ഞു. ഇത് 3ാമത്തെ ഭാഗമാണ്. ഇതോടുകൂടി നമ്മൾ ഈ ഒരു ഭാഗം പൂർത്തിയാക്കുകയാണ്. 3 വീഡിയോയും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായി കേട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് തുടങ്ങാം. ഒന്നാമതായിട്ട് അമ്മയും കുഞ്ഞും പദ്ധതി. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിനായുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന എല്ലാ ഗർഭിണികളും 30 ദിവസം വരെയുള്ള നവജാത ശിശുക്കളുമാണ് ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. അപ്പോൾ എന്താണ് അമ്മയും കുഞ്ഞും പദ്ധതി? സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ഗർഭിണിയുടെയും കുഞ്ഞിൻ്റെയും ചികിത്സ, ഭക്ഷണം, വാഹന ചെലവ് എന്നിവ നൽകുന്ന പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. ഇനി പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. മാതൃയാനം പദ്ധതി കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തോടെ പ്രസവം നടക്കുന്ന എല്ലാ സർക്കാർ ആശുപത്രികളിലും യാഥാർത്ഥ്യമാക്കിയൊരു പദ്ധതിയാണ്. അപ്പോൾ എന്താണ് മാതൃയാനം? യാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? വാഹനം എന്നാണ് അർത്ഥം. അപ്പം മാതൃയാനം ആ പേരിൽ നിന്ന് കണക്ട് ചെയ്യാവുന്നതാണ്. പ്രസവാനന്തരം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കാനുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃയാനം. നമുക്ക് ചുറ്റും ഭിന്നശേഷിക്കാരായ അമ്മമാരും ഉണ്ടല്ലേ? ഭിന്നശേഷിക്കാരായ പലർക്കും വരുമാനത്തിൽ മറ്റുള്ളവരെ പോലെ സാധ്യതകൾ ലഭിക്കണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ കുടുംബജീവിതത്തിൽ സാമ്പത്തികമായ പല പ്രതിസന്ധികളും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മാതൃജ്യോതി. ഇതുവഴി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് ധനസഹായം ലഭിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ഒരു കൈത്താങ്ങ് നൽകുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന പദ്ധതിയാണ് മാതൃജ്യോതി. എന്താണ് മാതൃജ്യോതി? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ് മാതൃജ്യോതി. അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അമ്മയും കുഞ്ഞും പദ്ധതി, മാതൃയാനം പദ്ധതി, മാതൃജ്യോതി പദ്ധതി. അടുത്തത് അമ്മത്തൊട്ടിലാണ്. അമ്മത്തൊട്ടിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ സിനിമകളിലും മറ്റുമായിട്ട്? എന്താണ് അമ്മത്തൊട്ടിൽ പറയുന്നത്? നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ പലവിധ കാരണങ്ങളാൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന നവജാത ശിശുക്കൾക്ക് സംരക്ഷണം വേണം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ശിശുക്ഷേമ സമിതിയുടെ നിയന്ത്രണത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അമ്മത്തൊട്ടിൽ എന്താണ്? അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിനായിട്ട് തുടങ്ങിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. 4 പദ്ധതികൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അമ്മയും കുഞ്ഞും പദ്ധതി, മാതൃയാനം പദ്ധതി, മാതൃജ്യോതി പദ്ധതി, അമ്മത്തൊട്ടിൽ. എന്താണ് അമ്മയും കുഞ്ഞും പദ്ധതി? സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ഗർഭിണിയുടെയും കുഞ്ഞിൻ്റെയും ചികിത്സ, ഭക്ഷണം, വാഹനച്ചെലവ് എന്നിവ നൽകുന്ന പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. മാതൃയാനമോ? പ്രസവാനന്തരം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്നതിനുള്ള സഹായം ചെയ്യുന്ന പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. മാതൃജ്യോതി പദ്ധതിയോ? ഭിന്നശേഷിക്കാരായ അമ്മമാർക്കുള്ള പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. മാതൃജ്യോതി പദ്ധതി എന്താണ്? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. അമ്മത്തൊട്ടിൽ എന്തായിരുന്നു? അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിനായുള്ള പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ പദ്ധതി. അടുത്തത് ICDS അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് സ്കീം. വളരെ പ്രധാനപ്പെട്ടതും നമ്മളെല്ലാം പല തവണയായിട്ട് പല ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ളതാണല്ലേ ICDS. അപ്പോൾ എന്താണ് ICDS ഉദ്ദേശിക്കുന്നത്? സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷകാഹാര സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വനിതാ ശിശു വികസന മന്ത്രാലയം നടപ്പിലാക്കിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ICDS അല്ലെങ്കിൽ സംയോജിത ശിശു വികസന സേവന പദ്ധതി. അതിൻ്റെ മലയാളം പദമാണ് ICDS അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ്. ഇനി എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ ഒരു പദ്ധതിയുടെ കീഴിൽ വരുന്നത് നോക്കുകയാണെങ്കിൽ
നവജാത ശിശു മുതൽ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അമ്മമാർ, കൗമാരക്കാരായ പെൺകുട്ടികൾ തുടങ്ങിയവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, പോഷകാഹാരക്കുറവ് പരിഹരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം ICDSൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് ICDS പറയുന്നത്? സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനും പോഷകാഹാരത്തിനും സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ICDS. ആരൊക്കെയാണ് ICDSന് കീഴിൽ വരുന്നത്? നവജാത ശിശു മുതൽ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അമ്മമാർ, കൗമാരക്കാരായ പെൺകുട്ടികൾ. ഇത്രയും ആൾക്കാരാണ് ഈ ഒരു ICDS സ്കീമിൻ്റെ കീഴിലായിട്ട് വരുന്നത്. ഈ ICDSന് കീഴിലായിട്ട് 2 പ്രധാനപ്പെട്ട പദ്ധതികൾ വന്നിട്ടുണ്ട്. അവയാണ് നമ്മൾ തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളത്, ജനനി ജാതകം, അന്നദായിനിയും. മാതാവിൻ്റെയും ശിശുവിൻ്റെയും ആരോഗ്യ പോഷണ നിലവാരം ഉയർത്തുന്നതിനും അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ യഥാസമയം എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് ആദിവാസി വിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള 2 പദ്ധതികളാണ് ജനനി ജാതകം, അന്നദായിനിയും. അപ്പോൾ എന്താണ് ജനനി ജാതകം എന്ന് നോക്കാം. അട്ടപ്പാടിയിലെ മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ജനനി ജാതക്. അപ്പോൾ അന്നദായിനി എന്താണ്? കേരള സാമൂഹ്യ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. അന്നദായിനി എന്താണ്? ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി. ജനനി ജാതകോ? അട്ടപ്പാടിയിലെ മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതി. അടുത്ത പദ്ധതിയും വളരെ പ്രധാനപ്പെട്ടതാണ്, എളുപ്പമായി പഠിക്കാവുന്നതാണ്, നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ളതായിട്ടുള്ള പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. ശിശുമരണവും മാതൃമരണവും കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ഥാപനപരവും സുരക്ഷിതവുമായ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. പാവപ്പെട്ട ഗർഭിണികൾക്കിടയിൽ സ്ഥാപനപരമായ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മാതാവിൻ്റെയും നവജാത ശിശുവിൻ്റെയും മരണനിരക്ക് കുറയ്ക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ ജനനി സുരക്ഷാ യോജന മനസ്സിലായല്ലോ. ശിശുമരണവും മാതൃമരണവും കുറയ്ക്കുന്നതിന് സ്ഥാപനപരവും സുരക്ഷിതവുമായ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. അങ്ങനെ നമ്മൾ 4 പദ്ധതികൾ പഠിച്ചു. ICDS എന്തായിരുന്നു? ICDS സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനും പോഷകാഹാരത്തിനും സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമായിട്ട് ആരംഭിച്ച പദ്ധതിയായിരുന്നു ICDS. എന്താണ് ജനനി ജാതക്? അട്ടപ്പാടിയിലെ മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ജനനി ജാതക്. ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. ഇനി ശിശുമരണവും മാതൃമരണവും കുറയ്ക്കുന്നതിനായിട്ട് സ്ഥാപനപരവും സുരക്ഷിതവുമായ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. അടുത്തത് എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ ക്യാമ്പയിനാണ് വിമുക്തി. അപ്പോൾ എന്താണ് വിമുക്തി പദ്ധതി? മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ടാണ് വിമുക്തി എന്ന ബോധവൽക്കരണ മിഷന് നമ്മുടെ സർക്കാർ രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ വിമുക്തി മനസ്സിലായല്ലോ. ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ ക്യാമ്പയിനാണ്. ആരാണ് നടപ്പിലാക്കുന്നത്? എക്സൈസ് വകുപ്പാണ്. ഇനി കെയർ ഓൺ വീൽസ്. എന്താണ് കെയർ ഓൺ വീൽസ്? ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് കെയർ ഓൺ വീൽസ്. അപ്പോൾ കെയർ ഓൺ വീൽസ് എന്താണ്? സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് കെയർ ഓൺ വീൽസ്. നമുക്ക് ആ പേര് വെച്ച് കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം. എന്തിനാണ് ഈ കെയർ ഓൺ വീൽസ് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ? ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട്. അപ്പോൾ കണക്റ്റഡ് ഫാക്ട് നമുക്ക് ഒരെണ്ണം ആലോചിക്കാം. നമ്മൾ 2ാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും നടത്തുന്നൊരു പദ്ധതി ഉണ്ടല്ലോ. 2ാമത്തെ വീഡിയോ കണ്ടവർക്കറിയാം, കാണാത്തവർ കൃത്യമായി ആ വീഡിയോ പോയി കണ്ട് പഠിക്കുക. അമൃതം ആരോഗ്യം എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര്. എന്തായിരുന്നു? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും നടത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. സ്വാസ്ഥ്യം പദ്ധതി. എന്താണ് സ്വാസ്ഥ്യം പദ്ധതി?
അർബുദ രോഗം നേരത്തെ കണ്ടെത്തി തടയാനും അതിനായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കാനുമായിട്ടുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം പദ്ധതി. ഇതും ഒരു കണക്റ്റഡ് ഫാക്റ്റ് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്തായിരുന്നു? സുകൃതം പദ്ധതി. അർബുദ രോഗം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമായിട്ടുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം പദ്ധതി. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുകൃതം പദ്ധതി. രണ്ടാമത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കൃത്യമായിട്ട് പോയി ആ വീഡിയോ കണ്ട് ആ പദ്ധതികൾ കൂടി പഠിക്കുക കേട്ടോ. അങ്ങനെ 3 പദ്ധതികൾ നമ്മൾ പഠിച്ചു. വിമുക്തി പദ്ധതി, വിമുക്തി നേടുക എന്നൊരർത്ഥം ഇതിൽ നിന്ന് എടുത്താൽ മതി. എന്തായിരുന്നു വിമുക്തി? എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ ക്യാമ്പയിനാണ് വിമുക്തി. മറ്റൊരു ബോധവൽക്കരണ ക്യാമ്പയിൻ അല്ലെങ്കിൽ ബോധവൽക്കരണ പദ്ധതി നമ്മളിപ്പോൾ പഠിച്ചു, സ്വാസ്ഥ്യം പദ്ധതി. അർബുദ രോഗം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമായിട്ടുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം പദ്ധതി. ഇനി കെയർ ഓൺ വീൽസ് എന്താണ്? കെയർ ഓൺ വീൽസ് സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ. എന്തിനായിട്ടുള്ളത്? ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് കെയർ ഓൺ വീൽസ്. കുറച്ച് പദ്ധതികളായല്ലേ, നമുക്കിനി റിവിഷൻ ചെയ്യാം. ഒന്നാമത്തെ പദ്ധതി അമ്മയും കുഞ്ഞും. എന്തായിരുന്നു അമ്മയും കുഞ്ഞും? സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ഗർഭിണികളുടെയും കുഞ്ഞിൻ്റെയും ചികിത്സ, ഭക്ഷണം, വാഹനച്ചെലവ് തുടങ്ങിയവ നൽകുന്ന പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. അമ്മയുടെയും കുഞ്ഞിൻ്റെയും സംരക്ഷണത്തിനുള്ള പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ഗർഭിണികളുടെയും കുഞ്ഞിൻ്റെയും ചികിത്സ, ഭക്ഷണം, വാഹനച്ചെലവ് എന്നിവ നൽകുന്ന പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. മാതൃയാനം എന്തായിരുന്നു? യാനം വാഹനം എന്നതോർത്ത് കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. മാതൃയാനം പ്രസവാനന്തരം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കാനുള്ള സഹായം നൽകുന്ന പദ്ധതി. വാഹനത്തിൽ വീട്ടിലെത്തിക്കാനുള്ള പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. ഇനി മാതൃജ്യോതി എന്തായിരുന്നു? ഭിന്നശേഷിക്കാരായ അമ്മമാർക്കുള്ള പദ്ധതിയാണ് അല്ലേ മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ് മാതൃജ്യോതി. ഇനി അമ്മത്തൊട്ടിലോ? അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അമ്മത്തൊട്ടിൽ എന്താണ്? അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അടുത്തത് ICDS ആണ്. ICDS എന്തായിരുന്നു? സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനും സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമായിട്ടുള്ള പദ്ധതിയാണ് ICDS പദ്ധതി. ജനനി ജാതകോ? അട്ടപ്പാടിയിലെ മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ജനനി ജാതക്. അന്നദായിനിയോ? ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. ജനനി സുരക്ഷാ യോജന ശിശുമരണവും മാതൃമരണവും കുറയ്ക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. എങ്ങനെ? സ്ഥാപനപരവും സുരക്ഷിതവുമായ പ്രസവം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ശിശുമരണവും മാതൃമരണവും കുറയ്ക്കുന്നതിനായിട്ട് സ്ഥാപനപരവും സുരക്ഷിതവുമായ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. അപ്പോൾ ICDSഉം ജനനി ജാതകും അന്നദായിനിയും ജനനി സുരക്ഷാ യോജനയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് വിമുക്തി. എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ ക്യാമ്പയിനാണ് വിമുക്തി. വിമുക്തി എന്താണ്? എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ ക്യാമ്പയിനാണ് വിമുക്തി. കെയർ ഓൺ വീൽസ് എന്താണ്? കെയർ ഓൺ വീൽസ് പേര് വെച്ച് കണക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് കെയർ ഓൺ വീൽസ്. എന്താണ് സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ? ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് കെയർ ഓൺ വീൽസ്. അപ്പോൾ സ്വാസ്ഥ്യം എന്താണ്? സ്വാസ്ഥ്യം അർബുദ രോഗത്തെ നേരത്തെ കണ്ടെത്തി അത് തടയാനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമായിട്ടുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം. സ്വാസ്ഥ്യം പദ്ധതി അർബുദ രോഗത്തെ നേരത്തെ കണ്ടെത്തി തടയുന്നതിനും അതിനുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിനുമായിട്ടുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം. അപ്പോൾ വളരെ കുറച്ച് പദ്ധതികളെ നമ്മൾ പഠിച്ചുള്ളൂ. അവയൊക്കെ വ്യക്തമായി നമ്മൾ റിവിഷൻ ചെയ്തും കഴിഞ്ഞു. ഇനി അടുത്ത പദ്ധതിയിലേക്ക് പോകാം. കാതോർത്ത്, അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന പദ്ധതി.
കാതോർത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ കുറച്ച് ശ്രദ്ധാപൂർവം ഒരാളെ കേട്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പദ്ധതി നമുക്ക് കൃത്യമായി പഠിക്കാൻ പറ്റും. ഈ ഒരു പദ്ധതി വന്ന സമയത്ത് പത്രത്തിൽ വന്നൊരു ഹെഡിങ് ഇങ്ങനെയായിരുന്നു: നമ്മൾ സ്ത്രീകൾ ഇനി പേടിക്കണ്ട, കാതോർത്ത് ഒപ്പമുണ്ട് എന്ത് സഹായത്തിനും. അപ്പോൾ അത് വെച്ചും കൂടെ കണക്ട് ചെയ്യാമല്ലോ അല്ലേ. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കേൾക്കുന്നതിനും 48 മണിക്കൂറിനുള്ളിൽ അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള പദ്ധതിയാണ് കാതോർത്ത് പദ്ധതി. എന്തൊക്കെയാണ് കാതോർത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ആവശ്യമുള്ള സ്ത്രീകൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷനാണ് കാതോർത്ത് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത്. സ്ത്രീകൾ നേരിടുന്ന എന്തുതരം പ്രശ്നവും ഓൺലൈനായി കേൾക്കാനും 48 മണിക്കൂറിനുള്ളിൽ അവ പരിഹരിക്കുന്നതിനുമായിട്ടുള്ള പദ്ധതിയാണ് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ചിട്ടുള്ള കാതോർത്ത് പദ്ധതി. അപ്പോൾ കാതോർത്ത് മനസ്സിലായല്ലോ. അടുത്തത് കുടുംബശ്രീ. വളരെ പ്രധാനപ്പെട്ടതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലേ കുടുംബശ്രീ. അപ്പോൾ PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് കുടുംബശ്രീയിൽ വരുന്നത് നോക്കാം. സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടത്തി വരുന്നൊരു പ്രൊജക്റ്റാണ് കുടുംബശ്രീ. എന്തിനു വേണ്ടിയിട്ട്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് 1998 സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച സംവിധാനമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ വന്നത്. 1998 മെയ് 17 കുടുംബശ്രീ നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മെയ് 17 കുടുംബശ്രീ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്താ പറഞ്ഞത്? 1998 മെയ് 17 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മലപ്പുറത്താണ് കുടുംബശ്രീ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ മെയ് 17 കുടുംബശ്രീ ദിനമായിട്ടാണ് ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുടുംബശ്രീ എന്താണെന്ന് വ്യക്തമായല്ലോ. സാമൂഹ്യ പങ്കാളിത്തത്തോടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനുമുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കുടുംബശ്രീ. പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. ഇനി പ്രത്യാശ പദ്ധതിയാണ്. പ്രത്യാശ പദ്ധതി കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ടാണല്ലോ കുടുംബശ്രീ മിഷൻ വന്നത്. അപ്പോൾ കുടുംബശ്രീ മിഷൻ്റെ കീഴിലുള്ള പദ്ധതികളിലൊന്നാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദാരിദ്ര്യ ജനവിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുടുംബശ്രീ സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ് പ്രത്യാശ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രത്യാശ പദ്ധതി കുടുംബശ്രീ സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരങ്ങൾ നൽകുന്നത് വഴി സാമ്പത്തിക സ്വാശ്രയത്വം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുടുംബശ്രീയും അതുമായി ബന്ധപ്പെട്ട പ്രത്യാശ പദ്ധതിയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതൊക്കെ പദ്ധതികൾ പറഞ്ഞു? കാതോർത്ത് പദ്ധതി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കേൾക്കുന്നതിനും 48 മണിക്കൂറിനുള്ളിൽ അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് കാതോർത്ത് പദ്ധതി. കുടുംബശ്രീ എന്തായിരുന്നു? സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന പദ്ധതിയാണ് കുടുംബശ്രീ. കുടുംബശ്രീ ദിനം മെയ് 17. എന്തുകൊണ്ടാണ്? 1998 മെയ് 17 കുടുംബശ്രീ നിലവിൽ വന്നത്. ഇനി പ്രത്യാശ പദ്ധതി കുടുംബശ്രീ സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സ്വാശ്രയത്വം നൽകുക എന്ന ലക്ഷ്യത്തോടെ വന്ന പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി. വളരെ പ്രധാനപ്പെട്ടതും ഒരുപാട് തവണ പല ചോദ്യപേപ്പറുകളിലായിട്ടും നമ്മൾ കണ്ടിട്ടുള്ള ഒരു പദ്ധതിയുടെ പേരാണ് ആർദ്രം പദ്ധതി. അതാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ നവകേരള മിഷന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അപ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ് ആർദ്രം പദ്ധതി? കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ സമഗ്ര പുരോഗതിക്കായുള്ള കേരള സർക്കാരിൻ്റെ രോഗി സൗഹൃദ ആശുപത്രി സംരംഭമാണ് ആർദ്രം ദൗത്യം. ഇതിൽ വരുന്നത് സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കുക,
പൊതുജനങ്ങൾക്ക് പരമാവധി സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുക എന്നിവയൊക്കെയാണ്. ഇതൊക്കെയാണ് ആർദ്രം പദ്ധതി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. എന്തൊക്കെയാണ്? സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, പൊതുജനങ്ങൾക്ക് പരമാവധി സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആർദ്രം പദ്ധതി എന്താണെന്ന് പഠിച്ചല്ലോ. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക എന്നതാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം. ഇനി കാരുണ്യ പദ്ധതി. കാരുണ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ലോട്ടറി ടിക്കറ്റൊക്കെ ഓർമ്മ വരുന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ് ലോട്ടറി. മാരകമായ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്കുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിനായിട്ട് ഭാഗ്യക്കുറി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. എന്താണ് കാരുണ്യ പദ്ധതി? സംസ്ഥാനത്ത് ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, കരൾ രോഗം ഇങ്ങനെ മാരക രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഭാഗ്യക്കുറി വകുപ്പ് ആരംഭിച്ച അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കാരുണ്യ പദ്ധതി. അപ്പോൾ കാരുണ്യം പദ്ധതി പഠിച്ചല്ലോ. ഇനി കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഉഷസ്. ഉഷസ് പദ്ധതി എന്താണ് പറയുന്നത്? സംസ്ഥാനത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഉഷസ് പദ്ധതി. അപ്പം നമ്മൾ എന്തൊക്കെ പദ്ധതികളാണ് പറഞ്ഞത്? ആർദ്രം പദ്ധതി വളരെ പ്രധാനപ്പെട്ടതാണ്, തെറ്റിപ്പോവരുത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ആർദ്രം പദ്ധതി എന്താണ്? സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി. കാരുണ്യ പദ്ധതിയോ? മാരകമായ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്കുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിനായിട്ട് ഭാഗ്യക്കുറി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. കാരുണ്യ എന്ന് പറയുമ്പോൾ തന്നെ ഭാഗ്യക്കുറി ഓർക്കുക കേട്ടോ. അടുത്തത് ഉഷസ് പദ്ധതിയാണ്. സംസ്ഥാനത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഉഷസ് പദ്ധതി. അപ്പോൾ 3 പദ്ധതികളും വ്യക്തമായല്ലോ. ആർദ്രം പദ്ധതി, കാരുണ്യ പദ്ധതി, ഉഷസ് പദ്ധതി. അടുത്തത് വനിതകളെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വന്നൊരു പദ്ധതിയാണ് ഡിജിറ്റൽ പാഠശാല. ഡിജിറ്റൽ പാഠശാലയുടെ ലക്ഷ്യം വനിതകളെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കുക എന്നതാണ്. അപ്പോൾ വനിതാ ശിശുവികസന വകുപ്പും ജെൻഡർ പാർക്കും സംയുക്തമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അംഗനവാടി ജീവനക്കാർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും പരിശീലനം നൽകാനാണ് ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രാരംഭഘട്ടത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിലാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. എന്താണ് ഡിജിറ്റൽ പാഠശാല? വനിതകളെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇത് ആരാണ് നടപ്പിലാക്കുന്നത്? വനിതാ ശിശുവികസന വകുപ്പും ജെൻഡർ പാർക്കും സംയുക്തമായിട്ടാണ് ഈ ഒരു പരിപാടി നടപ്പിലാക്കുന്നത്. ആർക്കാണ് പ്രാരംഭഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്? അംഗനവാടി ജീവനക്കാർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും. സ്ത്രീകളുടെ തന്നെ ഉന്നമനത്തിനായിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് തൊഴിലരങ്ങത്തേക്ക്. ഈ ഒരു പേരിൽ നിന്ന് തന്നെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ഉള്ള ഒരു പദ്ധതിയാണ് തൊഴിലരങ്ങത്തേക്ക്. സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് തൊഴിലരങ്ങത്തേക്ക്. എന്താണ് ഇതിൻ്റെ വിശദാംശം നോക്കാം. അഭ്യസ്ത വിദ്യരായ സ്ത്രീകൾക്ക് വൈജ്ഞാനിക തൊഴിൽ മേഖലയിൽ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് ഇക്കണോമി മിഷൻ കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തൊഴിലരങ്ങത്തേക്ക്. ഈ ഒരു പദ്ധതിയുടെ ആദ്യഘട്ടം 2023 മാർച്ചിൽ വിജയകരമായിട്ട് പൂർത്തീകരിക്കുകയുണ്ടായി. അതിനുശേഷം തൊഴിലരങ്ങത്തേക്ക് 2.0 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊഴിലരങ്ങത്തേക്ക് എന്താണ്? സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് തൊഴിലരങ്ങത്തേക്ക്. അടുത്തത് ധീരം പദ്ധതിയാണ്. ധീരം എന്ന് പറയുമ്പോൾ ധൈര്യം, ആത്മവിശ്വാസം, ധീരത എന്നീ വാക്കുകളൊക്കെ മനസ്സിൽ വരികയാണെങ്കിൽ ഈ ഒരു പദ്ധതി നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാം. എന്താണ് ധീരം പദ്ധതി പറയുന്നത്? സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ധീരം പദ്ധതി.
നമ്മുടെ കേരള സർക്കാരിൻ്റെ 100 ദിന പരിപാടി ഓർമ്മയില്ലേ? ഈ 100 ദിന പരിപാടിയുടെ ഭാഗമായിട്ട് സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്, ധീരം പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. സ്ത്രീകളെ സ്വയം സംരക്ഷണത്തിനും അതുപോലെ പ്രതിരോധത്തിനും പ്രാപ്തരാക്കുക എന്നതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ എന്നതിനോടൊപ്പം തന്നെ സംരംഭക മാതൃകയിൽ കരാട്ടെ പരിശീലന ഗ്രൂപ്പുകൾ ആരംഭിക്കുക എന്നതും അതിലൂടെ വനിതകൾക്ക് ഉപജീവന മാർഗം ഒരുക്കുക എന്നതും ഈ ഒരു പദ്ധതിയുടെ, ധീരം പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലേ. എന്താണ് ധീരം പദ്ധതി? സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് കേരള സർക്കാരിൻ്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് ധീരം പദ്ധതി. രണ്ടാമത് എന്താ നമ്മൾ പറഞ്ഞത്? ഈ ഒരു പദ്ധതി ആരംഭിച്ചത് ആരാണ്? കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായിട്ടാണ് ധീരം പദ്ധതി ആരംഭിച്ചത്. സ്ത്രീകളെ സ്വയം രക്ഷയ്ക്കും പ്രതിരോധത്തിനും പ്രാപ്തരാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ആദ്യത്തെ ഉദ്ദേശം എങ്കിലും രണ്ടാമതായിട്ട് പറയുമ്പോൾ ഒരു സംരംഭക മാതൃകയിൽ കരാട്ടെ പരിശീലന ഗ്രൂപ്പുകൾ ആരംഭിച്ചുകൊണ്ട് വനിതകൾക്ക് ഉപജീവന മാർഗം ഒരുക്കുക എന്നതുകൂടി ഈ ഒരു ധീരം പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തമായല്ലോ. അപ്പോൾ നമ്മൾ 3 പദ്ധതികൾ കൂടി പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഡിജിറ്റൽ പാഠശാല, തൊഴിലരങ്ങത്തേക്ക് ധീരം പദ്ധതി. ഡിജിറ്റൽ പാഠശാലയിൽ എന്താണ് പറഞ്ഞത്? വനിതകളെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഡിജിറ്റൽ പാഠശാല. തൊഴിലരങ്ങത്തേക്ക് എന്തായിരുന്നു? സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തൊഴിലരങ്ങത്തേക്ക്. സ്ത്രീകളുടെ സ്വയം സുരക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ധീരം പദ്ധതി. മാറിപ്പോവില്ലല്ലോ, ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് DDAD പദ്ധതിയാണ്. ഡിജിറ്റൽ ഡി അഡിക്ഷൻ ആണ് DDAD. എന്താണ് ഈ ഒരു പദ്ധതി പറയുന്നത് നോക്കാം. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് DDAD പദ്ധതി. സംസ്ഥാനത്ത് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ അല്ലെങ്കിൽ DDAD തുടങ്ങുന്നത് സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റ് ആണ്. കുട്ടികളിലെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം, ഓൺലൈൻ ഗെയിം ആസക്തി, സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, വ്യാജ ഷോപ്പിംഗ് സൈറ്റുകളിലൂടെ പണം നഷ്ടപ്പെടുന്നത് തുടങ്ങിയവ കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കുക എന്നതാണ് ഈ ഒരു DDAD പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് DDAD പദ്ധതി? മൊബൈൽ ഗെയിമുകളിലും മൊബൈൽ ഫോണുകളിലും അടിമകളായ കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് DDAD പദ്ധതി അല്ലെങ്കിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ പദ്ധതി. അവസാനമായി നമ്മൾ പഠിക്കുന്ന പദ്ധതിയാണ് സംവാദ പദ്ധതി. സംവാദ അല്ലെങ്കിൽ സംവാദം എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കുക, അതിനുശേഷം ഈ പദ്ധതിയിലേക്ക് പോവാം. അപ്പോൾ സംവാദം എന്താണെന്നറിയാലോ, അല്ലെങ്കിൽ സംവാദം എന്താണെന്നറിയാലോ. ഓക്കെ. സ്കൂൾ കുട്ടികളിൽ പൗരബോധം വളർത്തുക എന്ന ലക്ഷ്യത്തിൽ കേരള ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സംവാദ പദ്ധതി. നമ്മുടെ സംസ്ഥാനത്തുടനീളമുള്ള സ്കൂൾ വിദ്യാർത്ഥികളിൽ മൂല്യാധിഷ്ഠിത പൗരബോധം വളർത്തിയെടുക്കുക, അഴിമതിയെയും നിഷേധാത്മക സ്വാധീനങ്ങളെയും ചെറുക്കാൻ കഴിവുള്ള ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി അവരുടെ വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ, സംവാദ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ സംവാദം എന്താണെന്ന് വ്യക്തമായല്ലോ. സ്കൂൾ കുട്ടികളിൽ പൗരബോധം വളർത്തുക എന്ന ലക്ഷ്യത്തിൽ കേരള ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സംവാദ പദ്ധതി. DDAD പദ്ധതി എന്തായിരുന്നു? മൊബൈൽ ഗെയിമുകളിലും മൊബൈൽ ഫോണുകളിലും അടിമകളായിട്ടുള്ള കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് DDAD പദ്ധതി. കുട്ടികളിലുണ്ടാകുന്ന ഓൺലൈൻ അഡിക്ഷൻ മാറ്റുന്നതിനായിട്ട് അവർക്കുള്ള കൗൺസിലിങ്ങും നിയമസഹായവും അവബോധവും നൽകുന്ന മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്തായിരുന്നു ആ പദ്ധതി? കൂട്ട് പദ്ധതി കേട്ടോ. കൂട്ട്. കാണാത്തവരെല്ലാവരും ആ വീഡിയോ പോയി കാണുക. ഒരുപാട് പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ DDAD പദ്ധതിയും സംവാദ പദ്ധതിയും പഠിച്ചു കഴിഞ്ഞു.
ഇനി റിവിഷനുള്ള സമയമാണ്. നമ്മളിപ്പോൾ ഒരുപാട് പദ്ധതികൾ പഠിച്ചു കഴിഞ്ഞു. അവയൊക്കെ ഓർമ്മയുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തേത് കാതോർത്ത് പദ്ധതി. കാതോർത്ത് എന്ന് പറയുമ്പോൾ പേരുമായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കാതോർത്ത് ഒരാൾ കേൾക്കാനായിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കേൾക്കുന്നതിനും 48 മണിക്കൂറിനുള്ളിൽ അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുമായിട്ടുള്ള പദ്ധതിയാണ് കാതോർത്ത് പദ്ധതി. അടുത്തത് കുടുംബശ്രീ. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. മാറിപ്പോവില്ലല്ലോ. ആരംഭിച്ച വർഷം 1998 മെയ് 17. കുടുംബശ്രീ ദിനം എന്നാണ് മെയ് 17. ഇനി കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? പ്രത്യാശ. പ്രത്യാശ പദ്ധതി എന്താ പറയുന്നത്? കുടുംബശ്രീ സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക വഴി സാമ്പത്തിക സ്വാശ്രയത്വം നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രത്യാശ. അടുത്തത് ആർദ്രം പദ്ധതി. വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ആർദ്രം പദ്ധതി പറയുന്നത്? സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ആർദ്രം പദ്ധതി. ഇനി കാരുണ്യ പദ്ധതി. കാരുണ്യ പദ്ധതി പറയുമ്പോൾ എന്താണ് ഓർക്കേണ്ടത്? ഭാഗ്യക്കുറി വകുപ്പിനെ ഓർക്കണം. കാരുണ്യ പദ്ധതി മാരകമായ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്കുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിനായിട്ട് ഭാഗ്യക്കുറി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. അടുത്തത് എന്താണ്? ഉഷസ്. ഉഷസ് എന്താണ് പറഞ്ഞത്? സംസ്ഥാനത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഉഷസ് പദ്ധതി. ഉഷസ്. അടുത്തത് ഡിജിറ്റൽ പാഠശാല. എന്താണ് ഡിജിറ്റൽ പാഠശാല? ഡിജിറ്റലായിട്ട് നമ്മൾ എന്തോ പഠിക്കുന്നു അല്ലേ? അപ്പോൾ ഡിജിറ്റൽ പാഠശാല വനിതകളെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ പാഠശാല. തൊഴിലരങ്ങത്തേക്ക് പദ്ധതി എന്തായിരുന്നു? ആ പേരിൽ നിന്ന് തന്നെ ഓർത്ത് വെക്കുക. തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക. തൊഴിലരങ്ങത്തേക്ക്. സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് തൊഴിലരങ്ങത്തേക്ക്. അടുത്തത് ധീരം. അതും പേരിൽ നിന്ന് തന്നെ ഓർത്ത് വെക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ധീരം, ധീരത, ആത്മവിശ്വാസം എന്നിവയൊക്കെ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഈ പദ്ധതി എളുപ്പമാണ്. സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ധീരം പദ്ധതി. അടുത്തത് DDAD, ഡിജിറ്റൽ ഡി അഡിക്ഷൻ അല്ലേ? മൊബൈൽ ഗെയിമുകളിലും മൊബൈൽ ഫോണുകളിലുമെല്ലാം അടിമകളായിട്ടുള്ള കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് DDAD പദ്ധതി. കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് DDAD പദ്ധതി. ഇനി അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് സംവാദ പദ്ധതിയാണ്. സ്കൂൾ കുട്ടികളിൽ പൗരബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സംവാദ. എന്താണ്? സംവാദ. അപ്പോൾ ഇതോടുകൂടിയിട്ട് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ എന്നൊരു ഭാഗം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വളരെ കുറച്ച് സമയം എടുത്തുകൊണ്ടുള്ള 3 വീഡിയോകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൽ തന്നെ റിവിഷനും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അധികം സമയം ഇതിൽ ചിലവഴിക്കേണ്ടതായിട്ട് വരില്ല. എല്ലാവരും കൃത്യമായിട്ട് 3 വീഡിയോയും കണ്ട് 3ലെയും പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം തന്നെ പഠിച്ചു വെക്കുക. മറ്റു പാഠഭാഗങ്ങൾ റിവിഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പദ്ധതികളെല്ലാം ഇടയ്ക്കിടയ്ക്കൊന്ന് റിവിഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കൃത്യമായി ഓർത്തിരിക്കാനും പറ്റും. ഒരുവിധപ്പെട്ട എല്ലാ പദ്ധതികളും പേര് വെച്ച് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാത്തവ കൃത്യമായി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കുറേ പേരുകളൊക്കെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതാണ്. അവയും ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ അതുവരെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിനെല്ലാം താങ്ക് യു സോ മച്ച്.